ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമായിരുന്നു. കാര്യം ഈ ഒരു പാർക്ക് എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരായിക്കോട്ടെ വലിയ ആൾക്കാരായിക്കോട്ടെ, കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് ഇവിടെ ബഹളം വെക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. വലിയ ആൾക്കാർ ഇതിന് ചുറ്റും സംസാരിക്കുന്നുണ്ട്. യൂത്തുണ്ട്, അവർ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ ഊഞ്ഞാലാടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ശബ്ദമുണ്ട്. നിറയെ പക്ഷികളുണ്ട്. അപ്പോൾ ഈ പക്ഷികളുടെ ശബ്ദവും ഭയങ്കര രസമാണ്. ഇങ്ങനെ കാക്കയും ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. കാര്യം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസസാണ് ഇതിനകത്ത് നിന്ന് കേൾക്കുന്നത്. കാര്യം ഇതിനകത്ത് ഒത്തിരി നല്ല മരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇതിന് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡാണ്, മെയിൻ റോഡാണ്. അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട്, ആംബുലൻസ് പോകുന്നുണ്ട്, ഓട്ടോ പോകുന്നുണ്ട്. ഓരോന്നിൻ്റെയും സൗണ്ട് എനിക്ക് മനസ്സിലാവും. ഓട്ടോയുടെ ശബ്ദം, ബൈക്കിൻ്റെ ശബ്ദം, ബസ്, അതുപോലെ തന്നെ ആംബുലൻസ്, ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള വണ്ടികളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ വന്ന് കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവർ എനിക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സൗണ്ടും കാര്യങ്ങളും ഒക്കെ, കുഞ്ഞുങ്ങളുടെ ബഹളം, അത് ഭയങ്കര ഇതായിട്ട് കിടക്കുവാണ്. പിന്നെ എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ, നല്ല തണൽ മരമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കയറി കണ്ണും അടച്ചിരുന്ന് കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ചിന്ത കൂടെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു, എൻ്റെ അകത്ത് എനിക്ക് ഒരു പീസ്ഫുൾനെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റും നടക്കുന്ന എന്ത് കാര്യമാണെന്നുള്ളത് ഞാൻ ബോധോടായി കഴിഞ്ഞാൽ എനിക്കത് കിട്ടത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് കുറച്ച് നേരം കണ്ണുടച്ചങ്ങിരുന്നു. കണ്ണുടച്ചിരുന്നപ്പോൾ എന്നെ സൗണ്ടൊക്കെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പല വ്യക്തികളുടെ സൗണ്ട്, കുഞ്ഞുങ്ങളുടെ സൗണ്ട്, വലിയ ആൾക്കാരുടെ സൗണ്ട്, യൂത്തിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ പക്ഷിമൃഗാദികളുടെ ശബ്ദമുണ്ട്, അതുപോലെ തന്നെ വണ്ടികളുടെ ശബ്ദമുണ്ട്. പക്ഷേ കുറച്ച് ടൈം അങ്ങ് ഇരുന്ന് വന്നപ്പോൾ സംഭവിച്ച കാര്യം, ഞാൻ ഏത് സൗണ്ടിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് ആ സൗണ്ട് മാത്രം എനിക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഫീലായി തുടങ്ങി. ഞാൻ ആദ്യം വണ്ടികളുടെ ശബ്ദം ഒന്ന് ഫോക്കസ് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴത്തേനും എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് മുഴുവൻ പലതരത്തിലുള്ള വണ്ടികളുടെ ശബ്ദമാണ്. ആ വണ്ടികൾക്കകത്ത് തന്നെ ഏത് വണ്ടിയുടെ ശബ്ദം ഞാൻ കേൾക്കണമെന്ന് ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് ഞാൻ ട്യൂൺ ചെയ്തപ്പോൾ ഓട്ടോയുടെ ശബ്ദമാണ്. ചില സമയത്ത് ഞാൻ ട്യൂൺ ചെയ്യുമ്പോൾ എനിക്ക് ബസ്സിൻ്റെ ശബ്ദം കേൾക്കണം. ഓക്കെ, അപ്പോൾ അത് മാത്രമായിട്ട് വരുന്നു. ബസ്സിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് എൻ്റെ ബ്രെയിൻ ട്യൂണാകുമ്പോൾ, എൻ്റെ മൈൻഡ് ട്യൂണാകുമ്പോൾ എനിക്ക് ഓട്ടോയുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ബസ്സിൻ്റെ ശബ്ദം മാത്രമേ എൻ്റെ അകത്തേക്ക് കയറുന്നുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ പാർക്കിനകത്ത് തന്നെയുള്ള വ്യക്തികളുടെ കാര്യത്തിലും യൂത്തിൻ്റെ സൗണ്ട്, ദൂരെ നടക്കുന്ന സൗണ്ട് എന്താണ്, അടുത്ത് നടക്കുന്ന സൗണ്ട് എന്താണ്, കുഞ്ഞുപിള്ളയുടെ സൗണ്ട് എന്താണ്, ഇതെല്ലാം വൺ ബൈ വണ്ണായിട്ട് ഞാൻ മൈൻഡിൽ ഇങ്ങനെ ട്യൂൺ ചെയ്ത് തുടങ്ങി. ഫൈനലി ഞാൻ ഇതെല്ലാം വിട്ടു. അതായത് വണ്ടികളുടെയും വ്യക്തികളുടെയും മനുഷ്യരുടെയും എല്ലാവരുടെ ശബ്ദം വിട്ട് നേരെ പ്രകൃതിയിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കിളികളുടെ ശബ്ദവും ആ കാറ്റിൻ്റെ ശബ്ദവും മാത്രം എൻ്റെ ബ്രെയിനകത്ത്, എൻ്റെ മൈൻഡിനകത്ത് അത് മാത്രം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ടൈം ഞാൻ ഇതിനകത്ത് അങ്ങ് എൻജോയ് ചെയ്തു. ആ കാര്യം ഞാൻ ട്യൂൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചുറ്റും വേറെ ആരുടെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, പുറത്ത് വേറെ വണ്ടികളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഞാൻ എന്താണോ ട്യൂൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് മാത്രം ഞാൻ കേൾക്കാൻ തുടങ്ങി. ഇതിനർത്ഥം നമ്മൾ എന്താണോ നമ്മുടെ ലൈഫിൽ നമ്മൾ ട്യൂൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് മാത്രമേ നമ്മുടെ ലൈഫിൽ വരത്തുള്ളൂ, അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ, അത് മാത്രമേ നമുക്ക് ആസ്വദിക്കാനും പറ്റത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ ലക്ഷ്യത്തെ മാത്രം നോക്കി, ആ ലക്ഷ്യത്തെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം. അതല്ല, നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, നമ്മൾ ട്യൂൺ ചെയ്യുന്നത്, നമ്മുടെ മൈൻഡും ബ്രെയിനും ട്യൂൺ ചെയ്യുന്നത് വേറെ എവിടേക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവണമെന്നില്ല. സോ നമ്മൾ എന്താണോ നമ്മൾ ട്യൂൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ നല്ലതാണ് ട്യൂൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല കാര്യം മാത്രമേ നമ്മുടെ അടുക്കലേക്ക് വരത്തുള്ളൂ. നമ്മൾ മോശം കാര്യം കൂടിയാണ് നമ്മൾ ട്യൂൺ ചെയ്യാനായിട്ടും അറിയാനായിട്ടും ചെന്നെത്തി നോക്കാനും ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ മോശം കാര്യങ്ങളും കടന്നു വരും.
സോ ഇത് നമ്മുടെ മൈൻഡിൻ്റെ പവറാണ്. നമ്മുടെ മൈൻഡ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നതിൻ്റെ റിസൾട്ടായിരിക്കും ഈ പ്രകൃതി നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് ഇടുന്നത്. നമ്മൾ ഒട്ടുമിക്ക മനുഷ്യരും ആഗ്രഹിക്കും നല്ലത് വരണമെന്ന്. പക്ഷേ നമ്മുടെ ബ്രെയിൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ട്യൂൺ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്കകത്ത് മാത്രമല്ല, ചില നല്ലതല്ലാത്തല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നീഡിയായിട്ടല്ലാത്ത കാര്യങ്ങൾക്കകത്തും നമ്മൾ ഇങ്ങനെ മൈൻഡ് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. സമാധാനം വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ നമ്മുടെ മൈൻഡ് എപ്പോഴും ചിന്തിക്കുന്നതും കേൾക്കുന്നതും ഫോളോ അപ്പ് ചെയ്യുന്നതും സമാധാനക്കേടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കകത്തായിരിക്കും. പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകാനായിട്ട്? സോ ഇതെൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് കാര്യം നമ്മുടെ ചുറ്റും നടന്നിരുന്നാലും നമ്മുടെ മൈൻഡ് ഏതിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന കാര്യം നമ്മുടെ ഫ്രണ്ടിലെത്തും. ബാക്കി ചുറ്റും നടക്കുന്നതൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല. ഇത് ലൈഫിനകത്തുള്ള വലിയൊരു ലെസണാണ്. അത് സ്വന്തം ലൈഫിൽ ഓൺ എക്സ്പീരിയൻസിൻ്റെ അകത്ത് നിന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എന്താണോ നമ്മുടെ മൈൻഡിൽ നമ്മൾ ട്യൂൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും നമ്മൾ ട്യൂൺ ചെയ്യുന്നതും അതായിരിക്കും നമ്മളെ തേടി വരുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്.